രാധേ 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 കൃഷ്ണ. ഏകാദശി മഹാത്മ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഏകാദശി മഹാത്മ്യം പറഞ്ഞത് രാധാറാണിയാണ്. ശ്രീകൃഷ്ണനെ കണ്ടു മോഹിച്ച വൃന്ദാവനത്തിലെ ഗോപികമാർ അവർക്ക് ഭഗവാനെ കിട്ടണം. അതിനായി രാധാറാണിയെ സമീപിക്കുകയാണ്. രാധാറാണിയാണ് ഏകാദശി എങ്ങനെയാണ് എടുക്കേണ്ടത്, ഏതൊക്കെ ഏകാദശിയാണെന്ന് പറയുന്നത്. അങ്ങനെ രാധാറാണി പറഞ്ഞു കൊടുക്കുകയാണ് ഗോപികമാർക്ക് ഏകാദശിയുടെ മഹാത്മ്യം. സാധാരണയായി ഒരു വർഷത്തിൽ 24 ഏകാദശികളാണ് ഉള്ളത്. 1 ഉൽപ്പത്തി, 2 മോക്ഷ, 3 സഫല, 4 പുത്രത, 5 ഷഡ്തില, 6 ജയ, 7 വിജയ, 8 വിമല, 9 പാപമോചിനി, 10 കാമദ, 11 വരുദിനി, 12 മോഹിനി, 13 അപര, 14 നിർജ്ജല, 15 യോഗിനി, 16 ദേവശയനി, 17 കാമിനി, 18 പവിത്ര, 19 അജ, 20 പത്മ, 21 ഇന്ദിര, 22 പാശാങ്കുശ, 23 രമ, 24 പ്രബോധിനി എന്നിവ. മലമാസത്തിൽ വരുന്ന 2 ഏകാദശികളാണ് സർവ സമ്പൽപ്രദ എന്നിവ. ഏകാദശി വ്രതം എടുക്കുന്നതിന് തലേ ദിവസം ഒരിക്കലെടുക്കണം. ദശമിയുടെ അന്നാണ് ഒരിക്കലെടുക്കേണ്ടത്. ഒരു നേരം മാത്രമേ അരിഭക്ഷണം പാടുള്ളൂ. രാവിലെ ചപ്പാത്തി റവ ഉപ്പുമാവ് കഴിക്കാം, ഉച്ചയ്ക്ക് അരിഭക്ഷണം കഴിക്കാം, രാത്രി അരിഭക്ഷണം പാടില്ല, ചപ്പാത്തി അല്ലെങ്കിൽ റവ ഉപ്പുമാവ് കഴിക്കാം. പിറ്റേ ദിവസം രാവിലെ ഏകാദശി വ്രതം എടുക്കണം. തുളസി തീർത്ഥം കുടിച്ചുകൊണ്ട് നിർജ്ജലായിട്ട് എടുക്കാം. ഒന്നും കഴിക്കാതെ എടുക്കാം, അല്ലെങ്കിൽ വെള്ളം കുടിച്ചെടുക്കാം, അല്ലെങ്കിൽ പഴങ്ങൾ കഴിച്ചെടുക്കാം. ധാന്യങ്ങൾ പറ്റില്ല, അരിഭക്ഷണം ധാന്യങ്ങളും പറ്റില്ല, ഗോതമ്പ് അതൊന്നും പറ്റില്ല. പഴങ്ങൾ കഴിക്കാം, പഴവർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള എന്തും കഴിക്കാം. പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്നാണ് ഏകാദശി വ്രതം കളയേണ്ടത്. ഒരു പാരണ സമയമുണ്ട്. ആ പാരണ സമയത്ത് തുളസി തീർത്ഥം കുടിച്ചുകൊണ്ട് ഏകാദശി വ്രതം കളയാം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് തുളസി തീർത്ഥം കുടിച്ച് ഏകാദശി വ്രതം എടുക്കാം. അന്നത്തെ ദിവസം ഭഗവാനുമായി ചേർന്നിരിക്കുക. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. ഏതു നാമം ചൊല്ലാം. ജപമാല ജപിക്കാം, ഭഗവത്ഗീത ചൊല്ലാം, ജ്ഞാനപ്പാന ചൊല്ലാം, വിഷ്ണു സഹസ്രനാമം ഏതും ജപിക്കാം, ഭഗവാന് കീർത്തനങ്ങൾ ആലപിക്കാം. ഭഗവാനുമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാനെ ഓർത്തുകൊണ്ട് അന്നത്തെ ദിവസം ഭഗവാനെ ഓർത്തുകൊണ്ട് വ്രതം എടുക്കുക. മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. മോശം പറയുന്നവരിൽ നിന്നും അകന്ന് നിൽക്കുക. നല്ലത് ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക, നല്ലത് പ്രവർത്തിക്കുക. ദേഷ്യപ്പെടരുത്, നുണകൾ പറയരുത്, ആരെയും വേദനിപ്പിക്കരുത്, ദ്രോഹിക്കരുത്. അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ ദ്രോഹിക്കാനോ പാടില്ല. നമ്മൾ ഭഗവാന്റെ വേണ്ടി ജീവിക്കാം. എല്ലാവരിലും ഭഗവാൻ ഉണ്ട്. സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ട്. എല്ലാവരും ഈശ്വരനാണ് എന്നുള്ള ആ ബോധത്തോടു കൂടി ജീവിക്കുക, സ്നേഹിക്കുക, എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹത്തോടെ എല്ലാവരിലും കൃഷ്ണനും രാധയും കണ്ട് ജീവിക്കുക. ദശമി ചേർന്ന് വരുന്ന ഏകാദശി. ദശമിയും ഏകാദശിയും ഒരു ദിവസം വരികയാണെങ്കിൽ ആ ഏകാദശി എടുക്കാൻ പാടില്ല. ഇതിൻ്റെ ഫലം പറയുന്നത് ഒരു ഏകാദശി കൊണ്ട് 88,000 ബ്രാഹ്മണരെ പൂജിച്ച ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. രാത്രി ഉറക്കമൊഴിച്ച് വ്രതം അനുഷ്ഠിച്ച എത്ര വലിയ പാപവും നശിക്കും. തുളസിയില കൊണ്ട് ഭഗവാനെ പൂജിക്കുകയാണെങ്കിൽ അവനെ പാപങ്ങൾ സ്പർശിക്കുകയില്ല. ഏകാദശി ദിവസം ചെയ്യുന്ന ദാനം അക്ഷയ ഫലം നൽകും.
ശ്രീകൃഷ്ണ കഥകൾ കേൾക്കുന്നവന് ഭൂദാന ഫലം ലഭിക്കും. നാഗങ്ങളിൽ അനന്തനും, പക്ഷികളിൽ ഗരുഡനും, ദേവന്മാരിൽ വിഷ്ണുവും, വർണ്ണങ്ങളിൽ ബ്രാഹ്മണരും, വൃക്ഷങ്ങളിൽ അരയാലും, പത്രങ്ങളിൽ തുളസിയും എന്ന പോലെ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഏകാദശി വ്രതം. ദശമിയുടെ അന്നാണ് ഏകാദശി എടുക്കേണ്ടത്. ഒരിക്കൽ ഊണ്, പിറ്റേ ദിവസം ഏകാദശി എടുക്കാം. നിർജ്ജലായിട്ടോ വെള്ളം കുടിച്ചോ പഴങ്ങൾ കഴിച്ചോ ദ്വാദശിയുടെ അന്ന് ഏകാദശി കളയുക. തുളസി തീർത്ഥം കുടിച്ച് ഏകാദശി കളയുക. പാരണ സമയത്ത് കളയുക. ദശമി ഏകാദശിയും ചേർന്ന് വരുന്ന ദിവസം ഏകാദശി എടുക്കാൻ പാടില്ല. നമുക്ക് ഏകാദശിയുടെ ഫലം വേണ്ട, നമുക്ക് കൃഷ്ണനെ മതി. കൃഷ്ണനെ കിട്ടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള വ്രതമാണ് ഏകാദശി വ്രതം. ഏകാദശി വ്രതം എടുക്കും തോറും നമ്മുടെ മനസ്സ് ശുദ്ധവും, നമ്മൾ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കും. എല്ലാവർക്കും കൃഷ്ണഭക്തി കിട്ടട്ടെ. എല്ലാവരുടെ മനസ്സിലും രാധാകൃഷ്ണന്മാർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.